ഹര ശിവശങ്കര. ജയ ജയ ശിവശങ്കര. ഓം മമ ഗുരു മഹാദേവ നമസ്തുതേ. മഹാദേവനിലും സ്വയംഭൂസ്ഥാനിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും മഹാദേവ പ്രചാരക സംഘത്തിൻ്റെയും സ്വയംഭൂസ്ഥാൻ്റെയും എല്ലാവിധ പ്രാർത്ഥനകളും നൽകുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കാവലും എന്നും ഉണ്ടായിരിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് പറയുവാനുള്ള കാര്യം, ഇവിടെ സ്ഥിരമായി നിൽക്കുന്നവർക്ക് അറിയുവാൻ കഴിയുന്ന കാര്യമാണ്. നമ്മുടെ വർഷത്തിലൊരിക്കൽ വരുന്ന പ്രത്യേക പ്രാർത്ഥനകളുടെയും ആരാധനയുടെയും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ പ്രത്യേകമായി തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസവും ആശ്രമത്തിന്റെ വളരെ പ്രത്യേകതയുള്ളൊരു ദിവസവുമായ ആഷാഢ പൂർണിമയെ കുറിച്ചാണ്. ഇവിടെ നിരന്തരം നിൽക്കുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയുവാൻ കഴിയും. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ വർഷത്തെ ആഷാഢ പൂർണിമ ജൂലൈ 21 അത് തുടങ്ങുന്നത്. ഇവിടുത്തെ കണക്കുകൾ പ്രകാരം ജൂലൈ 20 വൈകുന്നേരം 5:59 മുതൽ ആരംഭിക്കുകയും ജൂലൈ 21 വെളുപ്പിന് 3:46 അവസാനിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഇവിടെ ആശ്രമത്തിന്റെ രീതികളനുസരിച്ച് ജൂലൈ 20 6 മണി മുതൽ പ്രത്യേക പ്രാർത്ഥനകളും, ഇവിടെ പേരുകൾ വാട്സാപ്പിൽ കൂടി സമർപ്പിക്കുന്നവർക്ക് വാട്സാപ്പിൽ കൂടി തന്നെ പേരുവിവരങ്ങൾ സമർപ്പിക്കുക. അവർക്ക് വേണ്ടിയിട്ട് ജൂലൈ 20 6 മണി മുതൽ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അതുപോലെ പ്രത്യേക ആരതികളും ആരാധനകളുമുണ്ട്. ഇത് ജൂലൈ 21 വൈകുന്നേരം 6:30 വരെ ഉണ്ടായിരിക്കും. രാവിലെ ആ പൂർണിമയുടെ മുഹൂർത്തം കഴിയുന്നു. എന്നിരുന്നാൽ കൂടി വൈകുന്നേരം വരെ, ജൂലൈ 21 വൈകുന്നേരം വരെ ഉണ്ടായിരിക്കും. ഈ സമയത്ത് എല്ലാവർക്കും വേണ്ടി വളരെ ശക്തമായി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. ലോകത്തിലെ സമസ്ത ചരാചരങ്ങൾക്കും സുഖങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകമായ രീതിയിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളുമായിട്ടാണ് എല്ലാ വർഷത്തെയും ആഷാഢ പൂർണിമ ആചരിച്ചു വരുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഹാദേവ പ്രചാരക സംഘം ആ ദിവസം പ്രത്യേകമായ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ വിശ്വാസമർപ്പിച്ചിരിക്കുന്നവർക്കും നമഃശിവായ മന്ത്രം ജപിക്കുന്നവരും അന്നേ ദിവസം നിങ്ങൾ ജപിക്കുന്ന ജപത്തിന്റെ എണ്ണം കൂട്ടുകയും ശിവമന്ത്രങ്ങൾ ഉരുവിടുകയും ജൂലൈ 20 സന്ധ്യ കഴിഞ്ഞ് ജൂലൈ 21 രാവിലെയും വൈകുന്നേരവും എല്ലാവരും അവരവരുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും വേണ്ടിയിട്ടും, ഒപ്പം ലോകത്തിലെ സമസ്ത ചരാചരങ്ങൾക്കും സുഖമുണ്ടാകുന്നതിനു വേണ്ടിയിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനകൾ കൂടി ഒപ്പമുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടുത്തെ പ്രാർത്ഥനകൾക്കും ഫലമുണ്ടാകുന്നത്. ആഷാഢ പൂർണിമ ആയതുകൊണ്ട് ഗുരു പ്രത്യേകമായി, ഗുരുവും സംഘവും അവിടെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് മിണ്ടാതിരുന്നാൽ മതിയല്ലോ കരുതിയിരിക്കേണ്ട. ഒന്നും ഗുരു നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ വർഷത്തിലൊരിക്കൽ ഈ ഒരു ദിവസം നിങ്ങളോട് ഈ ഒരു മുഹൂർത്ത സമയം, അല്ലെങ്കിൽ ഇതിൻ്റെതായ ഒരു പ്രത്യേക സമയത്ത് നിങ്ങൾ കുറച്ച് കൂടുതലായി പ്രാർത്ഥിക്കണമെന്നുള്ള
ആവശ്യം മാത്രമാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. അതുതന്നെ ഈ വർഷവും പറയുകയാണ്. എല്ലാവരും അന്നത്തെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് പങ്കെടുത്തേ മതിയാകൂ. പക്ഷെ ഒഴിവാക്കാൻ പറ്റുന്ന, മറ്റൊരു സമയത്തേക്ക് മാറ്റുവാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ആ ദിവസം ജൂലൈ 20 6 മണിക്ക് ശേഷം നിങ്ങൾ കഴിവതും 1 മണിക്കൂറെങ്കിലും ഭഗവാന്റെ മുന്നിലിരിക്കുക. കഴിയുമെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുക. ശത്രുക്കളോട് പോലും നിങ്ങൾക്ക് അന്നേ ദിവസമെങ്കിലും ക്ഷമിക്കുവാൻ കഴിയുമെങ്കിൽ അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് കൂടി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്കും വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കും. ഈ 2 ദിവസങ്ങൾ നമ്മുടെ ഇല്ലായ്മകളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ ഈ ദിവസം വരെയും നമ്മെ കാത്തുപരിപാലിച്ച ഭഗവാന് നന്ദി പറഞ്ഞുകൊണ്ടും നമ്മെ അന്നം തന്ന് ഇതുവരെ എത്തിച്ച അമ്മ പാർവതീ ദേവിക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ഈ 1 വർഷ കാലയളവിൽ നമ്മെ കൈപിടിച്ച് നടത്തിയ നമ്മുടെ അപ്പനായ മഹാദേവനും അമ്മയായ പാർവതീ ദേവിക്കും നന്ദി പറഞ്ഞുകൊണ്ടും നിങ്ങൾ പ്രാർത്ഥന ചെയ്യുക. 20-ാം തീയതി നിങ്ങൾ സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ 21 എന്ന് പറയുന്ന ദിവസം, ആ ദിവസം ജൂലൈ 21, നിങ്ങൾ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. കഴിവതും ഒരു ജീവജാലങ്ങളെയും ഉപദ്രവിക്കാതിരിയും മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചു അന്നത്തെ ദിവസം നിങ്ങൾ അഹിംസയുടെ പാതയിൽ, അതായത് ഒന്നിനും ഒരു ഉപദ്രവവും ഉണ്ടാക്കാത്ത രീതിയിൽ മുന്നോട്ട് പോവുക. വീടുകളിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്, ഗുരുവിനതറിയാം. കഴിവതും നിങ്ങൾ മൗനമായിരുന്ന് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഭഗവാന്റെ വലിയ അനുഗ്രഹവും കൃപയും കരുതലും കരുണയും ഒക്കെയും തന്നെ ഉണ്ടായി വരും. കാരണം അത്രയ്ക്ക് നന്നായി തന്നെ ഇവിടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഇവിടെ വാട്സാപ്പിൽ കൂടി പേര് വിവരങ്ങൾ തന്നവരുടെ പേരുകൾ മഹാദേവ പ്രചാരക സംഘം എഴുതിയെടുത്തിട്ടുണ്ട്. പുതിയതായിട്ടുള്ളവർ വാട്സാപ്പിൽ കൂടി മാത്രം ആ പേര് വിവരങ്ങൾ നൽകിയാൽ അവർ നിങ്ങൾക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കും. പ്രത്യേക വിഷയങ്ങൾ, പ്രശ്നങ്ങളുള്ളവർ അത് വളരെ ചുരുക്കി അറിയിക്കുക. അതുപോലെ തന്നെ പലരും വളരെ വളരെ കൂടിയ ദൈർഘ്യത്തിലുള്ള മെസ്സേജുകളാണ് ഇടുന്നത്. അതൊക്കെ വായിക്കുക. ഒരുപാട് പേരുടെ മെസ്സേജുകൾ വരുമ്പോൾ എല്ലാവരുടെയും കേൾക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് പറയുവാനുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കി അറിയിക്കുക, ചുരുക്കി പറയുക. അപ്പോൾ എല്ലാവരുടെയും പ്രശ്നങ്ങൾ അത് കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയും. ഇത്തരത്തിൽ ആഷാഢ പൂർണിമ ഈ വർഷത്തത് നമ്മൾ പ്രാർത്ഥനയാലും സ്വയം സമർപ്പണത്താലും നമ്മുടെ ആത്മാവിൽ തന്നെ അതൊരു ആഘോഷമാക്കി മാറ്റുകയാണ്. പുറമേയല്ല, മറ്റുള്ള ആരാധന ആലയങ്ങളിലും ആശ്രമങ്ങളിലുമൊക്കെയും അവിടുത്തെ പ്രമുഖരുടെ ജന്മദിനങ്ങളും അല്ലെങ്കിൽ ഉത്സവങ്ങളുമൊക്കെയും ലക്ഷങ്ങളും അനവധി പണവും ഒക്കെ മുടക്കി ആഘോഷങ്ങളാക്കി മാറ്റുമ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് അതിൽ സമാധാനത്തോടു കൂടി പങ്കെടുക്കുവാൻ കഴിയാത്ത അനവധി ജനങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. അങ്ങനെ വലിയ വലിയ ആഘോഷങ്ങൾ തീർത്തുകൊണ്ട് ചെയ്യുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കുമ്പോഴാണ് അവിടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങളും അങ്ങനെ തന്നെ ജീവിക്കുക. വലിയ വലിയ എന്നുള്ളതല്ല, യാതൊരുവിധ രീതിയിൽ അങ്ങനെ ഉള്ള ഒരു ആർഭാടങ്ങൾക്കും ഞങ്ങൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് എന്തു തന്നെയാണെങ്കിലും, അത് ഒരു പൊതി ചോറാണെങ്കിലും ശരി, ചോറല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ വിശപ്പ് മാറ്റുന്ന ഒരു അന്നമാണെങ്കിലും ശരി, മറ്റൊരു കൈസഹായമാണെങ്കിലും ശരി, അത് നൽകി നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുക. നിങ്ങളിൽ നിന്നത് വാങ്ങുന്നയാൾ എത്രത്തോളം സന്തോഷിക്കുന്നു അല്ലെങ്കിൽ എന്തു പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങളത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായി വരുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ആഷാഢ പൂർണിമ ദിവസം വളരെ സന്തോഷത്തോടെ എല്ലാവരും ഭഗവാൻ കൂടെയുണ്ടെന്നും
നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ ഒരു സ്ഥലത്ത് കുറച്ചു പേർ പ്രാർത്ഥിക്കുന്നുണ്ടെന്നും അങ്ങനെ കുറെ പേർ ഉണ്ടാകുന്നത് തന്നെ സന്തോഷമല്ലേ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ അത്തരത്തിൽ കുറെ പേർ കൂടിയിരുന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് നന്മകളെ തരുന്നതിനു വേണ്ടിയും തടസ്സങ്ങളെ മാറ്റുന്നതിനു വേണ്ടിയും ജീവിതത്തിൽ ഉന്നതിയിലെത്തുന്നതിനു വേണ്ടിയും നിങ്ങൾക്ക് വിശേഷ ബുദ്ധി തരുന്നതിനു വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ദിവസം നിങ്ങളെല്ലാവരും ഈ പറഞ്ഞതുപോലെ അതിൽ പങ്കാളിയാകണം. നിങ്ങളുടെ ഭവനത്തിൽ തന്നെ ഇരുന്നു കൊണ്ടത് ചെയ്യാം. മറ്റെന്തെങ്കിലും ഇതിൽ സംശയമുണ്ടെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾ എഴുതിയോ വോയിസ് സന്ദേശമായോ ചോദിച്ചാൽ അതിന് മറുപടി ലഭിക്കും. ഗുരു നേരത്തെയുള്ള പ്രഭാഷണങ്ങളിൽ പറഞ്ഞതുപോലെ എല്ലാവരുടെയും കർമ്മത്തിന്റെ ഫലമാണ് ഓരോരുത്തർ അനുഭവിക്കുക. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അവനവന് കർമ്മം ചെയ്യുന്നത് അവനവൻ തന്നെയാണ്. അത് മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന് മനസ്സിൽ കരുതുന്നത് പോലും അവനവൻ ചെയ്യുന്ന ദുഷ്കർമ്മമാണ്. മറ്റുള്ള ഒരാളെ സഹായിക്കണമെന്ന് മനസ്സിൽ കരുതുമ്പോൾ പോലും അത് അവനവൻ ചെയ്യുന്ന സൽക്കർമ്മവുമാണ്. ഈ രണ്ട് ഫലങ്ങളും അവനവനിൽ തന്നെയാണ് വരുന്നത്. അത് മറ്റുള്ളവർക്കല്ല. നിങ്ങൾ ഒരാളെ ഉപദ്രവിക്കുമ്പോൾ ആ ഉപദ്രവത്തിന്റെ കാഠിന്യം അനുഭവിക്കുന്നത് മറ്റൊരു വ്യക്തിയാണെങ്കിൽ അതിന്റെ ഇരട്ടി ഫലം അനുഭവിക്കുന്നത് ആ ഉപദ്രവം നൽകിയ ആൾ തന്നെയാണ്. നിങ്ങൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ ആ മനസ്സെത്രത്തോളം സന്തോഷിക്കുന്നുവോ ആ സന്തോഷം അയാൾക്ക് ലഭിക്കുന്നുവെങ്കിൽ അതിന്റെ ഇരട്ടി സന്തോഷമായി ആ കർമ്മഫലം അനുഭവിക്കേണ്ടയാളും ആ സന്തോഷം നൽകിയ വ്യക്തി തന്നെയാണ്. ഈ ഒരു കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. എല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഞങ്ങളും നിങ്ങളും എല്ലാം ഈ പറഞ്ഞ സമയത്ത് ഒരുമിച്ചാണ്. ജൂലൈ 20-ാം തീയതി 6 മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥനയും ആരാധനയും ആരതിയും ഒക്കെയും അത് അന്നേ ദിവസം വെളുക്കുവോളമുണ്ട്. ആരും ഉറങ്ങാതെ തന്നെ വെളുക്കുവോളമുണ്ട്. ഈ സമയത്ത് ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയം നിങ്ങളും നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ടോ നിങ്ങൾ എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ടോ ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാവുക. അതുപോലെ ഈ 21 എന്ന് പറയുന്ന ദിവസം ജൂലൈ 21 അന്ന് സൽപ്രവൃത്തിയൊക്കെ ചെയ്തും നന്നായി ചിന്തിച്ചും നിങ്ങളുടെ ഒരു പിറന്നാൾ ദിവസം വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, ചന്ദനക്കുറി തൊടുന്നു, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോകുന്നു. അന്നേ ദിവസം നിങ്ങൾ വളരെ പവിത്രമായി കാണുന്നു എന്നതുപോലെ അതിനും അപ്പുറം പവിത്രമായൊരു ദിവസമായി കണ്ടുകൊണ്ട് നിങ്ങൾ പരിശുദ്ധമായി തന്നെ ഏറ്റവും പരിശുദ്ധമായ ഭഗവാനിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കുക. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ പ്രാർത്ഥനയും കൂടി ചേരുമ്പോൾ നിങ്ങൾക്ക് ഒന്നിനും ഒരു തടസ്സവുമില്ലാത്ത രീതിയിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ നിറവേറ്റി തരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതിന് യാതൊരു തടസ്സവും സംശയവും വേണ്ട. കാരണം പ്രതിബന്ധങ്ങളെ നിങ്ങൾ മാത്രമല്ല അഴിക്കുന്നത്, ഞങ്ങൾ കൂടിയാണ്. ഞങ്ങളോടൊപ്പം നിങ്ങൾ കൂടി ഉള്ളപ്പോൾ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ ശക്തിയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ദിവസം ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാവുക. ഈ വരുന്ന ആഷാഢ പൂർണിമ ദിവസത്തിൽ ഇവിടുത്തെ പ്രാർത്ഥനയിൽ എല്ലാവർക്കും ഭഗവാന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കട്ടെ. അതിലേക്കായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഓം ഹര ഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര, ഓം കൈലാസവാസ, ഓം സർപ്പധാരി, ഓം ഭസ്മഭൂഷണ, ഓം ഗംഗാധര, ഓം ജടാധര, ഓം ത്രിനേത്ര, ഓം ത്രിശൂലനാഥ, ഓം ഉമാമഹേശ്വര നമോ. ഉമാമഹേശ്വര ഭഗവാനേ, അഘോരമൂർത്തി ഭഗവാനേ.